ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ത്രിയേകത്വം സംബന്ധമായ അറിവ് വളരെ അനിവാര്യമാണ്. അഥവാ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിത്വം, ത്രിയേകത്വം എന്നീ വാക്കുകൾ അതേ രൂപത്തിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല എന്നത് ഒരു സത്യമാണ്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ വ്യക്തമായി ബൈബിളിൽ ധാരാളം ഭാഗത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3 ആളത്വങ്ങളിൽ ഏകത്വമുള്ള ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ ഉപയോഗിച്ചു വരുന്ന പദമാണ് ട്രിനിറ്റി എന്നത്. ഇത് മറ്റ് മതങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയാൽ അവ തികച്ചും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ 2 എന്ന് നമുക്ക് കാണുവാനായിട്ടും കഴിയും. ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ത്രിയേക ദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉണ്ടെങ്കിലും ഒരു ദൈവത്വമേ ഉള്ളൂ എന്നതാണ്. 3 തോന്നാമെങ്കിലും ഒരു ദൈവത്വവും ഒരു മനസ്സുമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിലെ ഒരു വലിയ മർമ്മമായി ഇരിക്കുകയാണ്. അഥവാ അത് വിശ്വാസത്താലാണ് നാം അത് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ സ്വഭാവവും സർവവല്ലഭത്വവും എല്ലാം അറിവായി വന്നിരിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ നാമത്തിലുള്ള വെളിപ്പാടിനാലാണ് എന്ന് വ്യക്തമാണ്. ആകയാൽ ദൈവിക ഏകത്വത്തിലുള്ള 3 ആളത്വങ്ങള് ദൈവമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ദൈവം ആരാകുന്നു, who God is എന്നും ആ തൃത്വത്തിലെ ദൈവ സാരാംശത്തിലുള്ള അല്ലെങ്കിൽ ആ അന്തസത്ത, ആ ഏകത്വ ദൈവം എന്താകുന്നു, വാട്ട് ഗോഡ് ഈസ് എന്നും അത് വെളിപ്പെടുത്തുന്നതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് യാതൊരു കുറവും മാറ്റവും ഇല്ലാത്ത സർവ സമ്പൂർണനായ ദൈവമാണ് എന്ന് കൊലോസ്യ ലേഖനം 2:9 വ്യക്തമാക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 6:4 ഇപ്രകാരമാണ് പറയുന്നത്: യഹോവ ഏകൻ തന്നെ. അതേപോലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 8:59 അവിടെ പറയുന്നത് യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല. വീണ്ടും ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല എന്ന് യേശയ്യാ പ്രവചനം 45:5, 6, 45:21, 22, 44:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസിനുണ്ടായതായ ഒരു വെളിപ്പാടാണ് 1 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഏകത്വം അത് സ്പഷ്ടമാക്കുമ്പോൾ തന്നെ ഏകത്വത്തിലെ ബഹുത്വവും നമുക്ക് ബൈബിളിൽ വ്യക്തമായി സ്പഷ്ടമായി കാണാവുന്നതാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 1:26 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ മനുഷ്യനോടുള്ള സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ അവിടെ നാം കാണുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തം സമ്മേളിച്ചുകൊണ്ട് അവിടെ മനുഷ്യനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപുള്ള ആ പ്രക്രിയയാണല്ലോ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും 3:22 നമ്മിൽ ഒരുവനെ പോലെ എന്ന് വെളിപ്പെടുത്തുമ്പോഴും അവിടെ ആ നമ്മിൽ ഒരുവനെ പോലെ എന്നുള്ളതാകുന്ന പദം നമുക്ക് അവിടെയും കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ഏകത്വം അത് സ്പഷ്ടമാക്കുമ്പോൾ തന്നെ ഏകത്വത്തിലെ ആ ബഹുത്വവും സ്പഷ്ടമായിട്ട് തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ ത്രിയേക ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചില ചിന്തകളുണ്ട്.
കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒക്കെ ഇങ്ങനെ എന്തോ ഒരു താണ ചില ഘടകങ്ങൾ മാത്രമാണ് എന്ന് ചിലർ ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ നാം തുടർന്ന് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ 3 അവസ്ഥയിൽ നമ്മോട് ഇടപെടുന്ന കർത്താവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് തന്നെയാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്ത ദിവസം അല്പം കൂടി നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധാത്മാവിനെ കുറിച്ചും ചിന്തിക്കാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി